അപ്പച്ചൻ കോഴി എന്നൊരു ചിക്കൻ റെസിപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി ആട്ടോ. വളരെ സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പച്ചൻ എന്നല്ല, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി. ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതാവട്ടെ അടുത്ത പരീക്ഷണം. ഇത്രയും മിനിമം ഇൻഗ്രീഡിയൻസിൽ ഇതിലും നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അപ്പച്ചൻ കോഴി റെഡിയാക്കാം. ഇത് 1/2 കിലോ ചിക്കനാണ്. ഞാനിത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടിയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാനിത് പാനിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് മാരിനേറ്റ് ചെയ്യുന്നത്. നമുക്കിതിന് ഒരുപാട് പാത്രങ്ങളൊന്നും ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടിയും. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതൊരു കളറിനാണ്. മെയിനായിട്ട് വേണ്ടത് 1/2 കിലോ ചെറിയ ഉള്ളിയാണ്. ഉള്ളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കാര്യമായിട്ട് ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട, ഇതങ്ങനെ തന്നെ ഇട്ടാൽ മതി. വലിയ ഉള്ളി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിടാം. പിന്നെ ഒരു 15 വറ്റൽമുളക്, ഇത് 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് പൊട്ടിച്ചിടാം. ഇനി ചേർക്കാൻ പോകുന്നത് 2 തണ്ട് കറിവേപ്പില, അതും ഒന്ന് മുറിച്ചിടാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയുമേ നമുക്ക് ആകെ ആവശ്യമുള്ളൂ. ഇനി കൂടുതൽ എണ്ണയൊന്നും വേണ്ട. ഇത് നല്ലപോലെ കൈകൊണ്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. 1/2 മണിക്കൂർ വെക്കണം. പുറത്ത് തന്നെ വെച്ചാൽ മതി. ചെറിയ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെ എല്ലാം ഒരു അസാധ്യ ടേസ്റ്റാണ് ഈ ചിക്കന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണല്ലോ. ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ സമയം കഴിഞ്ഞു. ഞാനിത് അടുപ്പിലേക്ക് മാറ്റി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റാം. ഇനി ആ ചെറിയ തീയിലിരുന്ന് നല്ലപോലെ വേവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇവിടെ ഇട്ടിട്ട് നമുക്ക് മറ്റ് ഏത് ജോലികളും ചെയ്യാം, നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇടയ്ക്ക് മാത്രം ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കിയിടുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ വേറെ ഒരു വെള്ളവും ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആയാൽ പോരാ, ഉള്ളി നല്ലപോലെ മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇനിയും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റണം, ഉള്ളി മൊരിഞ്ഞ് വരുവാൻ വേണം. 20 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി, ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് ചിക്കനിൽ നല്ലോണം പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല സ്വാദുമാണ്. മാക്സിമം നല്ലോണം മൊരിയിച്ചെടുക്കാൻ ശ്രമിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ധാരാളം മതി. ഇതൊരു നല്ലൊരു സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു റെസിപ്പി ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മറ്റുള്ളവർക്കും ഒക്കെ വളരെ സൗകര്യമായിരിക്കും. ഉണ്ടാക്കാനും കഴിക്കാനും വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.